ഡബ്ബർ പാൽ വന്നതിന് കുറച്ച് കുറവുണ്ട്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലാണ് വെള്ളമുത്തപ്പനെ അധികവും കെട്ടിയാടിക്കുന്നത്. അതായത് പ്രാട്ടറ അഥവാ പ്രായാട്ടുകര സ്വരൂപത്തിലും ചുരുളി സ്വരൂപത്തിന് പരിധിയിലുള്ള മലയോര മേഖലയിലെ ആദിവാസി സമൂഹമായ കരിമ്പാലർ ഉൾപ്പെടെയുള്ള ജനതയാണ് അപൂർവമായ ഈ മുത്തപ്പൻ ആരാധന നടത്തുന്നത്. അന്ത്യത്തിറ എന്നും കളത്തൽ തിറ എന്നുമൊക്കെ പല പേരുകളിൽ ഈ പ്രദേശങ്ങളിൽ ഈ മുത്തപ്പ അനുഷ്ഠാനം അറിയപ്പെടുന്നു. മലകീക്കലും വെള്ളകെട്ട് ചടങ്ങും കഴിഞ്ഞ ശേഷമാണ് വെള്ളമുത്തപ്പൻ്റെ പുറപ്പാട്. മുഖത്തും ശരീരത്തിലും വെളുത്ത നിറമാണ് ഈ മുത്തപ്പന്. മഞ്ഞൾപ്പൊടിയുടെ അംശം ഒട്ടുമുണ്ടാകില്ല. അതുകൊണ്ടാണ് വെള്ളമുത്തപ്പൻ എന്ന വിളിപ്പേര്. വളരെ നാടകീയവും രസകരവുമാണ് അന്ത്യത്തിറ എന്ന ഈ ചടങ്ങ്. നായാട്ടുമായി ബന്ധപ്പെട്ട ചില കഥകൾ ഉൾപ്പെടെ കനലാടിമാരുമായും വാദ്യക്കാരുമായുള്ള നാടകീയമായ സംഭാഷണങ്ങളും മറ്റുമാണ് ഈ അനുഷ്ഠാനത്തിൽ മുഖ്യം. നായാടി കിട്ടിയ ചില മൃഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വില്ലുകൊണ്ട് നിലത്ത് ചിത്രം വരച്ചു കാണിക്കും മുത്തപ്പൻ. ചിലപ്പോൾ ആംഗ്യഭാഷ മാത്രം. കനലാടികൾ അതിൻ്റെ രസകരമായ വ്യാഖ്യാനം നടത്തും. ചിലപ്പോൾ മുത്തപ്പനെ കളിയാക്കും. ദേഷ്യം വരുന്ന മുത്തപ്പൻ അവരോട് വഴക്കിടും. ഓരോരോ പറച്ചിലുകൾക്കും ശേഷം വാദ്യത്തോടൊപ്പമുള്ള മുത്തപ്പൻ്റെ ചുവടുവെപ്പുകളും അതീവ രസകരമാണ്. തൻ്റെ കിരീടം കോമരത്തിൻ്റെയും മറ്റും തലയിൽ അണിയിക്കാൻ ശ്രമിക്കുന്ന മുത്തപ്പനെയും ഇവിടെ കാണാം. വെള്ളമുത്തപ്പൻ പുരളിമല മുത്തപ്പൻ്റെ യൗവനകാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊരു വാദമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് ഐവർ മുത്തപ്പന്മാരിൽ ഏറ്റവും പഴക്കമുള്ള ആരാധനയായ പുറങ്കാല മുത്തപ്പൻ്റെ മറ്റൊരു അനുഷ്ഠാന രീതിയാകാമെന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. പൂനം നെല്ല് വിരിയാൻ തുടങ്ങുന്ന കാലത്ത് പണ്ട് കിഴക്കൻ മലയോരത്തെ ജനങ്ങൾ പുറങ്കാല മുത്തപ്പനെ കെട്ടിയാടിച്ചിരുന്നു എന്നതാണ് രണ്ടാമത്തെ വാദത്തിൽ വിശ്വസിക്കുന്നവർ ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യ തെളിവ്. ഒരു കാലത്ത് പൂനം കൃഷിയിൽ നിപുണരായിരുന്ന കരിമ്പാലർ ഈ അനുഷ്ഠാനം നടത്തുന്നുവെന്നതും തെളിവായി ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഈ തർക്കങ്ങൾ എന്തൊക്കെയായാലും മലവാസികളുടെ പുരാതന ദൈവമാണ് മുത്തപ്പൻ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കള്ളും വെച്ചിട്ട്